ഗഹനമായ പത്രം വായനല്ലോ രാവിലെ. ഞാൻ പത്രം വായിക്കായിരുന്നു. സിനു കണ്ടോന്ന് എനിക്കറിയില്ല. ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലൊരു വാർത്തയുണ്ട്. പത്രത്തിൻ്റെ വാർത്തയുടെ തലക്കെട്ട് എങ്ങനെയാണ്: ഹൗസ് സെയിൽ ടു മുസ്ലിം ഡോക്ടർ സ്പാർക്സ് പ്രൊട്ടസ്റ്റ് ഇൻ മൊറാദാബാദ്. മൊറാദാബാദ് യു പിയിലാണ് അല്ലേ? അതെ. മൊറാദാബാദിൽ ഒരു വീട് മുസ്ലിം ഡോക്ടർക്ക് വിറ്റു. അതിൻ്റെ പേരിൽ വലിയ സമരം നടന്നു. അതായത് ഒരു ഹിന്ദു ഡോക്ടർ മുസ്ലിം ഡോക്ടർക്ക് വീട് വിറ്റു. ആ വീട് വിറ്റത് അനുവദിക്കാൻ പറ്റില്ല എന്ന് ആ പ്രദേശത്തെ മുസ്ലിങ്ങൾ. ഈ സംഭവം നടക്കുന്നത് മൊറാദാബാദിലെ ഒരു പോഷ് കോളനി ഉണ്ട്, സമ്പന്നർ താമസിക്കുന്ന TDI സിറ്റി ഹൗസിംഗ് സൊസൈറ്റി. അത് കാന്ത് റോഡിലാണ്. അവിടെ ഡോക്ടർ അശോക് ബജാജ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വീട് ഡോക്ടർ ഇക്ര ചൗധരി എന്ന് പറയുന്ന ഒരു മുസ്ലിം ഡോക്ടർ, വനിതാ ഡോക്ടർക്ക് വിറ്റു. 450 വീടുകളാണ് ഈ ഹൗസിംഗ് സൊസൈറ്റിയിലുള്ളത്. അവരെല്ലാവരും കൂടെ, സ്ത്രീകൾ ഉൾപ്പെടെ, ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത കാണിക്കാം, അതിൽ സ്ത്രീകൾ ഉൾപ്പെടെ പ്ലക്കാർഡൊക്കെ ബാനറുകളൊക്കെ പിടിച്ച് സമരത്തിനിറങ്ങിയിരിക്കുകയാണ്. അതാണ് വാർത്ത. അവർ പറയുന്നത്, ഞങ്ങളുടെ ഈ ഹൗസിംഗ് കോളനിയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു മുസ്ലിമിന് വീട് വിറ്റു, മുസ്ലിം അങ്ങോട്ട് വരികയാണ്, ഞങ്ങളോട് ആലോചിക്കാതാണ് വിറ്റത്, അതുകൊണ്ട് ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദം തകരും മുസ്ലിം എന്നാൽ. അതുകൊണ്ട് ഈ ഡോക്ടർ അശോക് ബജാജ് ഈ വിൽപ്പന റദ്ദാക്കണം. വലിയ പ്രക്ഷോഭമാണ്. 450 വീട്ടുകാരിറങ്ങി സമരം ചെയ്യുകയാണ്. അവർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ജില്ലാ ഭരണകൂടത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത്, ഞങ്ങളുടെ ഈ പ്രദേശത്ത് മുസ്ലിങ്ങളൊന്നുമില്ല, ഇനി മുസ്ലിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരൊരുപാട്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും, പിന്നെ ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരും, ഞങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ സംസ്ഥാനത്ത് ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം ഒരു മുസ്ലിം വരും, പിന്നെ പിന്നാലെ ആളുകൾ വരും, അങ്ങനെ വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം ഞങ്ങൾ ഓടിപ്പോകേണ്ടി വരും. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹൗസിംഗ് കോളനിയിൽ മുസ്ലിം വേണ്ട, വിറ്റത് റദ്ദാക്കണം, വിറ്റ ആൾ ഹിന്ദു ആണെങ്കിൽ പോലും റദ്ദാക്കണം. അതിനകത്ത് 2 പേരുടെ പ്രതികരണങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ പേര് പായൽ രസ്തോഗി. പായൽ രസ്തോഗി പറയുന്നത്, ഞങ്ങൾക്ക് ഒരു വിവരവും തരാതെയാണ് ഒരു നോൺ ഹിന്ദുവിന് ഈ വീട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നവും മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി പ്രശ്നം ഉണ്ടാവും. ഒരു മുസ്ലിം ഇവിടെ താമസിക്കാൻ വന്നാൽ ഇനി പ്രശ്നം ഉണ്ടാവും. അടുത്ത് പല്ലവി എന്ന് പറയുന്ന ആൾ പറയുകയാണ്, സ്ത്രീയാണല്ലോ, പല്ലവി സ്ത്രീയാണ്. അവർ പറയുന്നതായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരു മതത്തോട് എനിക്ക് ശത്രുതയൊന്നുമില്ല, പക്ഷേ ഇവിടെ മുസ്ലിം വന്നാൽ ഇവിടുത്തെ സിസ്റ്റം മാറും, ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കുന്നവരാണ്, ഇവിടുത്തെ സിസ്റ്റം മാറും എന്ന് മാത്രം. അതുകൊണ്ട് 15 വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുകയാണ്, ഇത് ഹിന്ദുവിനെ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ഇവിടുന്ന് പോകേണ്ടി വരും. ഇതാണ് ഇവരുടെ ആശങ്ക. അപ്പോൾ എനിക്ക് വല്ലാത്ത കൗതുകം തോന്നി. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിലുണ്ട് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. മുസ്ലിമിനെ പേടിയാണ്, മുസ്ലിമിനെ പേടിയാണെന്നാണ് ഇവരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ നമുക്ക് തോന്നും, കേരളത്തിലെ ഒരു വൈകാരിക തലത്തിൽ ഇതുകൊണ്ട് ചോദിക്കും, ഇത് മുസ്ലിം ആയെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ലേ, ഇതെന്തൊരു കഷ്ടമാണ്, ഈ പറയുന്നതിനകത്ത് നീതിയില്ല എന്നൊക്കെ തോന്നും. ശരിയാണ്, നീതിയില്ല. നമ്മുടെ രാജ്യത്ത് ആർക്കും എവിടെയും താമസിക്കാനും, എവിടെ സ്ഥലം വാങ്ങാനും, എവിടെ വീട് വെക്കാനും, ആർക്ക് വീട് വെക്കാനും, ആരുടെ വീട് വാങ്ങാനും നമുക്ക് അവകാശമുണ്ട്. അതെ. പക്ഷേ ഈ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ വിശ്വാസത്തിന് വല്ലാത്ത ഉലച്ചിൽ തട്ടുന്നുണ്ട്. ഇപ്പം നോക്കൂ, നമ്മൾ വഖഫ് നിയമം വരുന്നു. നമ്മുടെ ഒരാൾക്ക് വീട് കൊടുത്തു, വീട്ടിൽ അയാൾ വാടകയ്ക്ക് താമസിക്കുന്നു, അയാളത് വഖഫ് ബൈ യൂസ്, വഖഫിന് കൊടുത്തു പറഞ്ഞാൽ വീട് പോയി. വാടകയ്ക്ക് താമസിക്കുന്ന ആൾ പോയില്ലേ? പോയി. അത് വലിയ പ്രശ്നമാണ്. ഇനി ഇത് മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പാല എന്ന് പറയുന്നൊരു നഗരം, കോട്ടയത്തെ പാലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകൾ, കുറേ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ മിക്ക വീട്ടുകാരും അവരുടെ വീടിൻ്റെ ഒരു ഭാഗം ഹോസ്റ്റലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ഉണ്ടായിരുന്നു. അവിടെ മറ്റ് മതവിഭാഗക്കാരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടുത്തെ ഒരു ചെറിയ കടമുറി ഒരാൾ വാടകയ്ക്ക് എടുക്കുന്നു, എന്നിട്ട് ഈ കടമുറിയെ പതുക്കെ ഒരു ചെറിയ മുസ്ലിം ആരാധനാ കേന്ദ്രമാക്കുന്നു. ഈ ആരാധനയ്ക്ക് എത്തുന്ന ആരാധന ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. സത്യത്തിൽ ഈ എഞ്ചിനീയറിംഗ് മാത്രമല്ല, അതാ ശരിക്കും ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങുകയും, പക്ഷെ അവിടെ വരുന്നത് വണ്ടിയിൽ വരുന്ന ആളുകൾ വന്ന് നിസ്കരിച്ചിട്ട് പോകുന്നു. അപ്പോൾ അവിടുത്തുകാരല്ല, അത് അവിടുത്തെ ആളുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് അടുത്തൊരു കടമുറി കൂടി ചോദിക്കുന്നു. അത് ചോദിക്കുന്ന വാടകയ്ക്കല്ല, പൈസയ്ക്കാണ്.
അപ്പോൾ പൈസ കിട്ടിയാൽ അതിനെ അത് മറ്റൊരു പൈസ എന്ന് മോസ്കാക്കി മാറ്റാം. പൈസ കിട്ടുന്നത് പൈസ എന്ന് വെറുതെ അല്ല, നിങ്ങൾ ചോദിക്കുന്ന പൈസയാണ്. അതായത് ചോദിക്കുന്ന പൈസ അല്ല, ചോദിക്കുന്ന പൈസ. ഇതാണ് ഇവർ പറയുന്നത്. അതായത് പല്ലവി പറഞ്ഞില്ലേ, ഈ പല്ലവി പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു, എനിക്കൊരു വിഭാഗത്തിനോടും ശത്രുതയില്ല, പക്ഷേ ഇവിടുത്തെ സിസ്റ്റം മാറും, സിസ്റ്റം മാറും. അതൊരു വലിയ പോയിന്റ്. ആ പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്, മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരായിട്ട് കാട്ടാം. പക്ഷേ നമ്മൾ ആർക്കും മുസ്ലിം സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ സിഖുകാരെ ഒന്നും നമ്മളാരും മാറ്റി നിർത്തും. നമുക്ക് ഇവരെല്ലാം സുഹൃത്തുക്കളുണ്ടല്ലോ. നമ്മൾ അവരോട് സഹവർത്തിക്കുന്നവരാണ്, അവരുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ്, അവരുടെ കൂടെ ആഹാരം കഴിക്കുന്നവരാണ്, അവരുടെ കൂടെ ഉറങ്ങുന്നവരാണ്, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരാണ് ഒക്കെയാണ്. പക്ഷേ അവർ നമ്മളെ പോലെയല്ല. അവർ ഈ മുസ്ലിങ്ങളെ കുറിച്ച് പൊതുവെ പറയുന്നൊരു കാര്യമില്ല, അവരെല്ലാം ഡിഫറൻ്റ് ആണെന്ന് കാണിക്കും. നമ്മൾ മുണ്ട് വലത്തോട്ട് കൊടുത്താൽ അവർ മുണ്ട് ഇടത്തോട്ട് കൊടുക്കും. ഞാൻ പണ്ടൊരിക്കൽ ഒരു വായിച്ചിട്ടുണ്ട്, ബഷീറിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുകളുടെ ഒരു ഭാഗം. ബഷീർ മുണ്ടെടുത്ത് സാധാരണ എല്ലാവരും കൊടുക്കുന്ന വലത്തോട്ട് കുത്തി കൊടുത്തപ്പോൾ ബഷീറിൻ്റെ ബാപ്പ പറഞ്ഞു, എടാ നീ അങ്ങനെ കൊടുക്കരുത്, നമ്മൾ കാഫറുകൾ ചെയ്തതിന് എതിരായിട്ട് വേണം ചെയ്യാൻ. ഉടനെ ബഷീർ അന്ന് കുട്ടിയായിരുന്നപ്പോൾ ചോദിച്ചത്, അപ്പോൾ കാഫറുകളോട് വാ കൊണ്ടല്ലേ ബാപ്പ ആഹാരം കഴിക്കുന്നത് എന്ന് ചോദിച്ചു വന്നു. ബഷീറിൻ്റെ സ്വന്തം അനുഭവങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞങ്ങളൊരു വേറിട്ട സമൂഹമാണ് എന്ന് ബോധിപ്പിക്കാൻ ആഹാര രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കില്ല, ഹലാലേ കഴിക്കൂ. വസ്ത്രധാരണം നിങ്ങളെപ്പോലെ ഞങ്ങൾ വസ്ത്രം കഴിക്കില്ല. എന്തിന് പ്രാഥമിക കൃത്യങ്ങൾ മലമൂത്ര വിസർജനം നടത്തുന്നതിന് പോലും നിയമങ്ങളുണ്ട്. അപ്പം മൊത്തത്തിൽ മറ്റുള്ളവരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഞങ്ങളൊരു വേറിട്ട ഗ്രൂപ്പാണ് എന്ന് പറയും. ഇൻക്ലൂസീവ് അല്ല, അല്ലേ? എല്ലാം ഉൾക്കൊണ്ട് എല്ലാത്തിൻ്റെ ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആണെന്ന് ഭാവിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിമുകൾ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. സംതിങ് ഡിഫറെൻ്റ് എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെ അവരുടെ വിശ്വാസം, മതപരമായ ജീവിത രീതി എങ്ങനെയാണ്, മറ്റുള്ളവരെ പോലെയല്ല ഞങ്ങൾ എന്ന് പ്രകടമായി എല്ലായിടത്തും, നടപ്പിൽ, വേഷത്തിൽ, ആചാരങ്ങളിൽ, ഭക്ഷണത്തിൽ, എല്ലാത്തിലും വി ആർ ഡിഫറൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് സ്വഭാവം കാണിക്കുന്ന സ്വഭാവം ഉണ്ട്. അത് നല്ലതാണെന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ആരാധനാലയങ്ങളുടെ കാര്യം എടുത്താലോ ക്രിസ്തീയ അല്ലെ ഹിന്ദുക്കൾ എല്ലാവരും പോകും, പക്ഷേ പള്ളികളിലോ മുസ്ലിം സ്ത്രീകൾ പോകുന്നില്ലല്ലോ, പോവില്ല. അപ്പോൾ അവർ അടിച്ചമർത്തലാണെന്ന് പറയും, അല്ലേ? അത് സമ്മതിക്കുന്നുണ്ടോ? അല്ല, ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഇവരുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ പൊതുവിൽ എല്ലാവർക്കും ഉണ്ടായി വരുന്ന ഒരു ആശങ്ക. നേരത്തെ നമ്മൾ വക്കഫിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പേടിയായി, ഒരു വീട് കൊടുക്കാൻ പേടിയാണ്. വക്കഫിനെ കുറിച്ച് അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പേടിയാണ്. ഒരു മുസ്ലിമിന് കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? ആശങ്ക, വല്ലാത്ത ഭയമുണ്ടായി വരുന്നുണ്ട്. ഭയമുണ്ടായി വരുന്നതിന് ഈ നമ്മുടെ ഈ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ കാണിക്കുന്ന മതപരമായി കാണിക്കുന്ന കടുംപിടുത്തങ്ങളാണ്, അല്ലേ? ഈ കടുംപിടുത്തങ്ങൾ കാണിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ബാക്കിയുള്ളവർക്ക് സംശയം, എടാ ഇത് എന്താ പ്രശ്നം? ഇനിയിപ്പോൾ ഇവരുടെ ആശങ്ക ഒരുപക്ഷെ ഈ ഇക്ര ചൗധരിക്ക് വീട് വിറ്റു, നാളെ ഇക്ര ചൗധരിയുടെ വീട്ടിൽ ഇവർ ചിലപ്പോൾ ഹിന്ദുസ് ആയിരിക്കും, അവർ മാംസാഹാരം കഴിക്കാത്തവരായിരിക്കും, ഗോമാംസം ബീഫ് കഴിക്കാത്തവരായിരിക്കും, നാളെ അവിടെ ബീഫ് ഉണ്ടാക്കും, ഇതിൻ്റെ മണം പരക്കും. ആശങ്കകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ ഇക്ര ചൗധരിക്ക് അവകാശമുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വെക്കാം. നാളെ അവിടെ ബന്ധുക്കൾ വരും, അവിടെ ഇരുന്ന് കൂട്ട നമസ്കാരം നടക്കും, അതെൻ്റെ ഇഷ്ടമാണ്. അവിടെ ചിലപ്പോൾ കുറച്ച് പ്രോപ്പർട്ടി വീടിൻ്റെ സ്ഥലത്ത് നാളെ ഒരു ആരാധനാലയം ഉണ്ടായി വരാം, അവിടെ വാങ്കുവിളി വരാം. ഇങ്ങനെ ആശങ്കകളാണ്. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്നല്ല, ആശങ്കകളാണ്. അല്ല, മറ്റു പലയിടത്തും ഉണ്ടായതുകൊണ്ടല്ലേ? അതെ, അത് പറയുന്നു, മറ്റു പലയിടത്തും ഉണ്ടായി, ഞങ്ങൾ ഒടുവിൽ വീട് വിട്ടു പോവേണ്ടി വരുന്നു എന്നിവർ പറയുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, ഞാൻ ഈ മൊറാദാബാദിലെ ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊന്നും പറയത്തില്ല, ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ദേശീയ ദിനപത്രമാണ്, അവർ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതൊരു വല്ലാത്ത ആശങ്കയാണ്. നമ്മളിപ്പോൾ നമ്മുടെ അടുത്തൊരു അയൽവാസി വന്നാൽ നമ്മൾ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും അവരെ സ്വീകരിക്കുന്നു, അവരെ പരിചയപ്പെടുന്നു, അവരോട് മിങ്കിൾ ചെയ്യുന്നു എന്നുള്ള കാലാവസ്ഥ മാറിപ്പോയിരിക്കുന്നു. അപ്പുറത്ത് വരുന്നത് ആരാ? നമ്മൾ സംശയത്തോടെ നോക്കുകയാണ്. അവരാണോ, മുസ്ലിമാണോ, ബുദ്ധിമുട്ടായി നമുക്ക് എന്ന ഒരു മനോഭാവം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഉണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവൻ്റെ എക്സ്പീരിയൻസ് ആണ്, അല്ലേ? മറ്റ് സ്ഥലങ്ങളിൽ അനുഭവങ്ങളാണ്, അല്ലേ? അനുഭവങ്ങളാണ്. എനിക്ക് വലിയ സങ്കടമാണ്. കാരണം എനിക്ക് ഇക്ര ചൗധരി എന്ന് പറയുന്ന ഈ മുസ്ലിം ഡോക്ടറോട് എനിക്ക് സഹാനുഭൂതിയേ ഉള്ളൂ. കാരണം അവർ പണം കൊടുത്തൊരു വീട് വാങ്ങി, പക്ഷേ അവരെ അവിശ്വസിക്കുന്നു. അതാണ് കാര്യം. എന്തുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ മറ്റു സമുദായക്കാർ അവിശ്വാസത്തോടെ കാണുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അതിനെ നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇസ്ലാമോഫോബിയ അല്ല. ഈ പല്ലവി എന്ന് പറയുന്ന ഈ മൊറാദാബാദിലെ സ്ത്രീ പറഞ്ഞതായി ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു, എനിക്കൊരു മതത്തോടും ശത്രുതയില്ല, എൻ്റെ പ്രശ്നം എൻ്റെ ഹൗസിംഗ് കോളനിലെ സിസ്റ്റം മാറ്റിക്കളയും
ഇതാണ് പ്രശ്നം. നമ്മളൊരു റിത്തത്തിൽ, ഒരു താളത്തിൽ നമ്മുടെ ജീവിതം പോയിക്കോട്ടെ. നമ്മളൊരു ഹൗസിംഗ് കോളേജ് 450 വീടുണ്ട്. നമ്മളൊരു ഒരു സമാധാനപരമായി നമ്മളൊരു താളത്തിൽ നമ്മുടെ ജീവിതം പോകുന്നു. അവിടെ ഇടപെടുന്നു, അതിനെ അട്ടിമറിക്കുന്നു, അവിടെ വേറെ സിസ്റ്റം വരുന്നു, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നാളെ 5 or 10 വീടുകൾ പല്ലവി പോയി, ഇക്ര ചൗധരി വന്നു, അശോക് ബജാജ് വിറ്റതുപോലെ 4 or 5 ചിലപ്പോൾ ഈ അശോക് ബജാജിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വേറൊരാൾ ഇക്ര ചൗധരിയുടെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കുന്നു, മാംസത്തിൻ്റെ മണം വരുന്നു, അവിടുന്ന് പ്രാർത്ഥനകൾ വരുന്നു, ഇത് അസ്വസ്ഥരായിട്ട് അടുത്ത വീട്ടുകാരെ വിൽക്കുന്നു, അവിടെയും വരുന്നു. ഒരു 5 or 10 മുസ്ലിം ഫാമിലികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നിവർ ആശങ്കപ്പെടുന്നു. ഇതെന്തുകൊണ്ട്? ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇത് പറയുമ്പോഴും നമ്മൾ വർഗീയത പറയുകയാണെന്ന് പറയുന്ന വിവരദോഷികളോട് എനിക്ക് പരമപുച്ഛമാണ്. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യം നമ്മൾ തുറന്നു പറയുകയാണ്. എന്തുകൊണ്ട് മറ്റാളുകൾ അവിശ്വാസത്തോടെ നോക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിനെ നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. ഇത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു. ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ കേരളം. ഞാൻ ഇന്നലെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഏതോ ഒരു പ്രോഡക്റ്റ്, അയ്യോ അത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ടൂത്ത് പേസ്റ്റ്. ബിസ്മി സൂപ്പർ മാർക്കറ്റ്, കത്രക്കടവിലെ ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ ടൂത്ത് പേസ്റ്റ് നോക്കി. ഞാൻ വീക്കോയുടെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്ന ആളാണ്. ഒന്നെങ്കിൽ പതഞ്ജലി ഉപയോഗിക്കും, അല്ലെങ്കിൽ വീക്കോ ഉപയോഗിക്കും. ഹിമാലയ ഉപയോഗിക്കത്തില്ല. ഹിമാലയ ഉണ്ടായിരുന്നു, കാരണം ഹിമാലയയുടെ മുതലാളി ഞാനൊരു ദീനിയായ ഇസ്ലാമാണെന്നും ഹിന്ദുക്കളുടെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഹിമാലയയുടെ പ്രോഡക്റ്റ് വേണ്ടാന്ന് തീരുമാനിച്ചു. പരസ്യമായിട്ട് പറഞ്ഞു, അതിൻ്റെ വീഡിയോ ഒക്കെ ലഭ്യമാണ്. ഹിമാലയ മുതലാളി ആയ മുസ്ലിം പരസ്യമോ ഞാൻ ദീനിയായ ഇസ്ലാമാണ്, ഇനി നമ്മൾ ഹിന്ദുക്കളുടെ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ബഹിഷ്കരിക്കണം, അയാളുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹിമാലയ വേണ്ടെന്ന്, ഹിമാലയ നല്ല പ്രൊഡക്റ്റാണെന്ന് പറയപ്പെടുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഞാൻ വീക്കോയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു ടൂത്ത് പേസ്റ്റ്, ചുവന്ന പാക്കറ്റ് ടൂത്ത് പേസ്റ്റ്, എൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല, എൻ്റെ വൈഫുണ്ടായിരുന്നു, ഞാൻ എടുത്ത് കാണിച്ചു, ഹലാൽ എഴുതിയിരിക്കുന്നു. ടൂത്ത് പേസ്റ്റിൽ ഹലാൽ. സംശയമുള്ളവർക്ക് നോക്കാം. ഇവിടെ എറണാകുളത്തുള്ളവർ നോക്കുക, കടവന്തറ കത്രക്കടവിലെ ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടതാണ് ഹലാൽ സൂപ്പർ മാർക്കറ്റ്, അല്ല ഹലാൽ ടൂത്ത് പേസ്റ്റ്. അപ്പോൾ അങ്ങനെ വരെ വന്നു. എല്ലാത്തിനും ഞങ്ങൾ വേറിട്ടതാണ്, ഞങ്ങൾ വേറെയാണെന്ന് സ്ഥാപിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടുത്തെ മറ്റു സമുദായങ്ങളിൽ നിന്ന് വള്ളപ്പാടുകൾക്കതിലേക്ക് മാറിപ്പോവുകയാണ്. ഇത് സത്യമാണ്. അവിടെ ഇവരെയൊക്കെ ചേർത്ത് നിർത്തി നമ്മൾ പണ്ടത്തെ പോലെ 10 or 25 വർഷത്തെ പോലെ നമ്മുടെ ജമാലും ജമീലയും അവരുമൊക്കെ ആയിട്ട് സഹവസിച്ച് കഴിയാനാണ് നമുക്കിപ്പോഴും ഇഷ്ടം. പക്ഷേ കേരളത്തിൽ ആരാണ് ഈ ചവിട്ടി അകറ്റി ഈ സമുദായങ്ങൾ തമ്മിൽ വലിയ ദൂരം? കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവനുണ്ട്. അതുകൊണ്ടാണ് മൊറാദാബാദിലെ TDI സിറ്റിയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് മൊറാദാബാദിലെ മാത്രം, അവിടെ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഊപ്പിയിൽ എന്ത് നടക്കുമെന്ന് കളിയാക്കുന്നത്. കേരളത്തിലില്ലേ പ്രശ്നം? ഉണ്ട്. കേരളത്തിൽ പ്രശ്നമുണ്ട്. എനിക്കറിയാം. കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ മുസ്ലിം കുട്ടികളോട് അധികം ചങ്ങാത്തം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു വിടുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളെ എനിക്കറിയാം. അമ്മമാർ പറഞ്ഞു വിടുന്നു. എന്തുകൊണ്ടാണ്? ലവ് ജിഹാദ് പേടിയിലാണ്, അല്ലേ? അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന, എനിക്ക് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് ആർക്കും ദേഷ്യമില്ല, നിങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. പലപ്പോഴും അങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ട് ആരാണ് ഈ അകൽച്ച ഉണ്ടാക്കുന്നത്? അതിൻ്റെ ഒരു പ്രകടമായ തെളിവാണ് ഈ ഇക്ര ചക്രവർത്തി എന്ന് പറഞ്ഞ ഡോക്ടർ. ഷീസ് എ പ്രാക്ടീസിങ് ഡോക്ടർ, മെഡിക്കൽ ഡോക്ടറാണ്. അവരൊരു വീട് വാങ്ങിച്ചു. അവരുടെ സഹപ്രവർത്തകനായ ഡോക്ടർ അശോക് ബജാജ് വിറ്റതാണ്. പക്ഷേ അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് 450 കുടുംബത്തിലെ ആളുകൾ തെരുവിലിറങ്ങുകയാണ്. ആ പരിസരം മുഴുവൻ അവർ അംഗീകരിക്കുന്നില്ല. എങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റും അവിടെ? ഈ ഇക്ര ചൗധരിക്ക് ഇത്രയും ആളുകളുടെ എതിർപ്പ് സ്വീകരിച്ച് അവിടെ ജീവിക്കാൻ പറ്റും? നേരിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം അത്രയും പേര് അവരെ നാളെ ഒറ്റപ്പെടുത്തും. അതൊരു ക്ലാഷാണ്. ഇത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. അതിനെ നിങ്ങൾ ഇസ്ലാമോഫോബിയ എന്ന് വിളിക്കരുത്. അല്ല, ഇസ്ലാമോഫോബിയ അല്ല. അതിൻ്റെ ഒരു ചെറിയ ഫോം മാത്രം ഇപ്പോൾ കാണുന്നത്. ഇത് ഇസ്ലാമോഫോബിയ അല്ല. മറിച്ച് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ആളുകൾ? ഈ നാട്ടിലൊരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാൽ നിങ്ങളാരും അപലപിക്കത്തില്ല. ഈ നാട്ടിൽ വലിയ തോതിൽ രഹസ്യഭാഗങ്ങളിൽ വരെ കിലോ കണക്കിന് സ്വർണവും കടത്തിക്കൊണ്ട് വരുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്, നിങ്ങൾ അപലപിക്കത്തില്ല. മദ്രസകളിലെ പീഡന വാർത്ത എല്ലാ ദിവസവും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ദേശാഭിമാനിൽ 8 കോളം വാർത്ത. വലിയ തലക്കെട്ടിൽ ദേശാഭിമാനിൽ പെരുമ്പാവൂർ ഭാഗത്തുള്ള ഒരു മദ്രസയിൽ പീഡനം നടന്നിട്ട് ഉസ്താദിനെ പിടികൂടിയ വാർത്ത. ദേശാഭിമാനി പോലും 8 കോളത്തിൽ വലിയ ഒണ്ടയ്ക്ക നിർത്തി വാർത്ത കൊടുത്തു. ഇതിനെ അപലപിക്കുന്നില്ല കേരളത്തിലെ മുസ്ലിം സംഘടനകൾ. മുസ്ലിമുകൾ അപലപിക്കുന്നില്ല. ഒരു വലിയ വിപത്താണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ കൂടെ പറഞ്ഞിട്ടറിയാം. നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരാൾ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു.
എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, പേരവസാനം അത് പറഞ്ഞ ആളുടെ പേര് ഞാൻ അവസാനം പറയാം, ട്രെയിനിൽ യാത്ര ചെയ്യുക, എൻ്റെ കയ്യിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ അത് വായിച്ചുകൊണ്ടിരുന്നു. തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരു ബുർഖ ധരിച്ച, കണ്ണ് മാത്രം കാണാവുന്ന ഒരു തരത്തിൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയും അവരുടെ മുസ്ലിം ഭർത്താവ്, നോർമൽ വേഷം ധരിച്ച മുസ്ലിം ഭർത്താവും അടുത്തിരിപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ഒന്ന് മടക്കിയപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണല്ലേ, കമ്മ്യൂണിസ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ചു. ഞാനാണെന്നോ അല്ലേ എന്ന് പറഞ്ഞില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ കാര്യമായി എന്നോട് രാഷ്ട്രീയം, കമ്മ്യൂണിസത്തെക്കുറിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പക്ഷേ അങ്ങ് ഇത്രയും പുരോഗമന കാഴ്ചപ്പാടുള്ള ആൾ, അങ്ങയുടെ ഭാര്യ എന്തുകൊണ്ടാണ് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന തരത്തിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഉടനെ ആ സ്ത്രീ ആ മുഖം മറച്ചിരുന്ന കറുത്ത തുണിക്കഷ്ടം എടുത്ത് തലയ്ക്ക് മുകളിലേക്ക് ഇട്ടിട്ട് പറഞ്ഞു, എനിക്കിതിരുന്ന് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ നാട്ടിൽ, സ്ഥലം ഞാൻ പറയുന്നില്ല, സ്കൂട്ടറിൽ പുറത്തേക്ക് പോയി, മാർക്കറ്റിലേക്ക് പോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ നാട്ടിലുള്ള ചില ആൾ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെ പുറത്ത് പോകരുത്, ബുർഖയിട്ടേ പോകാമെന്ന് പറഞ്ഞു. മൈൻഡ് ചെയ്തില്ല, ചിരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും പോയി. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ 5-8 പേർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് പറഞ്ഞിട്ട് പറഞ്ഞു, നിൻ്റെ ഭാര്യയെ വിളിക്കെന്ന് പറഞ്ഞു. വന്നു, നിനക്കെന്താണ് ഈ ബുർഖയിട്ട് പോയാൽ എന്താണെന്ന് ചോദിച്ചു. അതെൻ്റെ ഇഷ്ടമാണ്, എനിക്ക് സൗകര്യമില്ല, എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം, നീ നാളെ ഒന്ന് ഇറങ്ങി നോക്കുക, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സ്വന്തം വീട്ടിൽ വന്നിട്ടാണ്, സ്വന്തം വീട്ടിൽ വന്ന് നാളെ നീ ഒന്ന് ഇറങ്ങി നോക്കുക, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ തിരിച്ചു പോയി. ഇവർ വല്ലാതെ ഭയന്നു പോയി. അവരുടനെ ഭർത്താവിനോട് പറഞ്ഞു, ഇപ്പം തന്നെ പോകണം, എനിക്ക് ഇത് വാങ്ങിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാനിത് ധരിക്കുകയാണ്, പേടിച്ചിട്ട്. ഇങ്ങനൊരു സിനാറിയോ കൂടിയുണ്ട്. പക്ഷേ ഈ പേടി, നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയുണ്ടല്ലോ, ഈ പേടി മറ്റുള്ളവർ സംശയത്തോടെ കാണുക. നിങ്ങൾ ഭയന്നിട്ടാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം. ഭയന്നിട്ട് ധരിക്കുന്നവരുണ്ടെങ്കിൽ, സന്തോഷത്തോടെ ധരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ട്, ഭയന്നിട്ട് ധരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കഥയിലെ കഥാപാത്രങ്ങളുടെ കഥയാണ് ഞാൻ പറഞ്ഞത്, ഭയന്നിട്ടാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ മറ്റുള്ളവർ ധരിക്കുന്ന, നിങ്ങൾ മനഃപൂർവ്വം ധരിക്കുക. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളോട് താല്പര്യമില്ല, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനിയും കരുതുന്നുണ്ട്. ഇതാണ് പ്രശ്നം. ഇന്ത്യയിലെമ്പാടുന്നുണ്ട്, കേരളത്തിൽ പോലും ഉണ്ട്. കേരളത്തിലും സത്യമാണ്, ചിലയിടത്തൊക്കെ മുസ്ലിങ്ങളാണ് വീട് കൊടുക്കൂല, അതുണ്ടായി വന്നിട്ടുണ്ട്. എറണാകുളത്തു നിന്നുള്ള ചില പരാതികൾ വന്നിട്ടുണ്ട്. അത് കള്ളമല്ല, സത്യമാണ്. ഇപ്പോൾ വഖഫ് കൂടെ വന്നപ്പോൾ വലിയ പ്രശ്നമായി. അപ്പം നമ്മുടെ രാജ്യത്ത് വല്ലാത്തൊരു മതധ്രുവീകരണം സംഭവിക്കുന്നുണ്ട്. അതിന് കാരണം ഞങ്ങൾ ഇൻക്ലൂസീവ് അല്ല, ഞങ്ങൾ ഇതിൻ്റെ ഒന്നും ഭാഗമല്ല, ഞങ്ങൾ വേറെയാണ് എന്ന് പറയുന്നതാണ്. ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെയാണെന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണമെന്ന് പറഞ്ഞത്. അതെ, അത് നമ്മൾ മറക്കാതിരുന്നാൽ കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.